സതീശൻ മാപ്രകൾക്ക് കുപ്പിയും കോഴിക്കാലും കൊടുത്തതിന് ശേഷം അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കേണ്ടതിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്ത് അത് തെറ്റിച്ചാൽ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഏതൊരു വ്യക്തിക്കും ദേഷ്യം വരും. കാര്യം നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് രാത്രി പിരിഞ്ഞതാണ്. പിറ്റേന്ന് രാവിലെ അതല്ല വന്നത്, വേറെ ഏതോ ഒരുത്തം കയറിയിരുന്ന് എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിനെ മൊത്തം കുളമാക്കി പുതിയ രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചാൽ എന്തായിരിക്കും പ്രതികരണം? സ്വാഭാവികമായിട്ടും പൈസ മുടക്കണവന് വേദന വരുകയില്ലേ? വേദന വരുമെന്ന് എങ്ങനെ? ദേ ഇങ്ങനെ. എത്ര കൊല്ലം ഈ രാജീവ് ചന്ദ്രശേഖർ ഈ BJP ചേർന്നിട്ട് നിങ്ങൾക്കറിയാം എത്ര കൊല്ലമായിരുന്നു? അദ്ദേഹം ആദ്യം MP ആയത് എങ്ങനെയാണ്, രണ്ടാമത് MP ആയത് എങ്ങനെയാണ്? നിങ്ങൾ ആരും അന്വേഷിച്ചില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? നിങ്ങളൊരു അന്തിച്ചർച്ച വെച്ചില്ലല്ലോ, രാത്രി ചർച്ച ഒന്നും വെച്ചില്ലല്ലോ. ഞാൻ അന്തിച്ചർച്ച കളിയാക്കി പറഞ്ഞല്ലോ, ഞാൻ പോരുന്ന ആളാണ്. രാത്രി ചർച്ചയ്ക്ക് നിങ്ങളത് വെച്ചില്ലല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളതൊക്കെയായിരുന്നു ചർച്ചയ്ക്കൊക്കെ ആയിരുന്നു? ഇവിടെ 30-40 കൊല്ലമായിട്ട് വെള്ളം കോരിയും വിറക് വെട്ടിയും നടക്കുന്ന BJP നേതാക്കന്മാരുണ്ടല്ലോ, അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നാൾ BJP ചേർന്ന ഒരാളെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയില്ലേ? അവിടെ ഒരു മലയാളിയാണെന്നോ അദ്ദേഹം തന്നെ പറയണത്. അതേ ഇവിടുത്തെ ഒരു ബൂത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ BJPയുടെ? ആയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ വന്നിട്ടുണ്ടോ? 5 കൊല്ലം കേന്ദ്രമന്ത്രി ആയിരുന്നല്ലോ, മലയാളി ആയിരുന്നല്ലോ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേരളത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ?